അനന്തപുരിയിൽ ഇനി കൗമാര കലോത്സവത്തിന്റെ രാപ്പകലുകൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരിതെളിയും. രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം. നഗരത്തിൽ 25 വേദികളിലായി 249 ഇനങ്ങൾ മത്സരിക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഇന്നത്തെ കലോത്സവ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? വെരി ഗുഡ് മോർണിംഗ് അക്ഷയ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഇന്നലെ തന്നെ എല്ലാ അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രധാന നദികളുടെ പേരിൽ 25ഓളം വേദികളിലായിട്ടാണ് 63ാമത് സംസ്ഥാന കലോത്സവം നടക്കുക. ഇന്നലെ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെയും അതോടൊപ്പം തന്നെ ഊട്ടുപുരയുടെയും അതോടൊപ്പം തന്നെ മറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 5000 പേർക്കോളം ഇരുന്ന് കാണാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ ആളുകൾക്ക് നിന്ന് മത്സരങ്ങൾ കാണാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രധാന വേദിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കൗമാര കലകൾക്കുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അതിനുശേഷം 11 മണിയോടുകൂടി മത്സര ഇനങ്ങൾ ആരംഭിക്കും. പ്രധാന വേദിയിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ പ്രധാന വേദിയിലായിരിക്കും. പിന്നീട് 25ഓളം വേദികളിലായിട്ട് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് ഓരോ വേദിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ നൽകിയിട്ടുള്ളത് MD നിള എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ വേദികളിലും മത്സര ഇനങ്ങൾ തുടങ്ങാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ്. ഏതാണ്ട് ഒരേ സമയം 20,000 പേർക്കോളം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കൗമാര കലകൾക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നുണ്ട്. പേട്ട, പട്ടം സെന്റ് മേരീസ്, കോട്ടൺ ഹില്ല് അതുപോലുള്ള ഏതാണ്ട് ചുറ്റുപാടും വരുന്ന സ്കൂളുകളിലെല്ലാം ഇതേപടി തന്നെയാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കലോത്സവത്തിൽ ഇത്തവണ പ്രതിഷേധിക്കാനോ അതോടൊപ്പം തന്നെ അപ്പീലിന് പോകുന്നതിന് പ്രത്യേക സമിതി തന്നെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി 10 മണിയോടുകൂടി ഉദ്ഘാടന കർമ്മങ്ങൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഈ 11 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. അക്ഷയ, ശരി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.